വേദിയിലും സദസ്സിലുമുള്ള പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അപാരമായ അനുഗ്രഹങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന, അവൻ്റെ മലക്കുകളുടെ പ്രാർത്ഥനകൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വളരെ മൗലികമായൊരു സദസ്സിലാണ് ഇരിക്കുന്നത് എന്ന ബോധത്തോടുകൂടി കഴിയുന്നത് വരെ കേൾക്കുകയും ശ്രദ്ധിക്കുകയും ഉൾക്കൊള്ളുകയും വേണമെന്ന് ആമുഖമായി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. സാരസമ്പൂർണവും ഗഹനവുമായ രണ്ട് വിഷയങ്ങളിലുള്ള പ്രഭാഷണങ്ങൾ നമ്മൾ കേട്ടുകഴിഞ്ഞു. മതനിർഭയത്വമാണ് എന്ന വിശാലമായ തലങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. പരിമിതമായ സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് വളരെ സുപ്രധാനമായ ചില ഏരിയകൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി സംസാരിക്കുവാനും അത് ഉൾക്കൊള്ളുവാനും നമുക്കേവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകമെന്ന് അസ്വസ്ഥതകൾ കൊണ്ട് പൊറുതിമുട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ വ്യക്തിജീവിതത്തിലും നമ്മുടെ കുടുംബജീവിതത്തിലും നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലുമെല്ലാം നിരന്തരമായി അസ്വസ്ഥതകൾ നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഇത്തരമൊരു സാഹചര്യത്തിൽ ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ നിന്ന് പത്രമാധ്യമങ്ങളിലൂടെ, ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മൾ വായിക്കുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന വാർത്തകളും തദൈവ ആത്മഹത്യകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം, മാരകമായ രോഗങ്ങളെ കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരു കാലഘട്ടം, കേരളമെന്ന് പറയുന്ന, ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിൻ്റെ സുപ്രധാനമായ ഒരു ഏരിയ, അവിടെ ഓരോ സെക്കൻഡുകളിലും, ഓരോ 2 സെക്കൻഡുകളിലും ആത്മഹത്യകൾ നടന്നുകൊണ്ടിരിക്കുന്ന, എല്ലാ രംഗത്തും മനുഷ്യൻ നിസ്സഹായനായി നിലനിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. മനുഷ്യൻ ആശ്വാസത്തിനും സമാധാനത്തിനും വ്യത്യസ്തമായ സാഹചര്യങ്ങളിലേക്കും സന്ദർഭങ്ങളിലേക്കും ഇസങ്ങളിലേക്കും നടന്നുകൊണ്ടിരിക്കുന്ന ഇത്തരമൊരു സന്ദർഭത്തിലാണ് മതനിർഭയത്വമാണ് എന്ന വിഷയത്തിൽ നമ്മൾ പരിപാടി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യന് സമാധാനം ലഭിക്കുവാനും മനുഷ്യന് നിർഭയത്വം ലഭിക്കുവാനും ആത്മീയതയുടെ കേന്ദ്രങ്ങളിലേക്ക് മനുഷ്യർ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ആളുകൾ വിചാരിക്കുന്നു എനിക്കവിടെ സമാധാനം കിട്ടുമെന്ന്. ആത്മീയ കേന്ദ്രങ്ങളെല്ലാം ചൂഷണത്തിൻ്റെ കേന്ദ്രങ്ങളായി വഴിമാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ നേർരേഖ ഇന്നലെയും മെഞ്ഞാന്നുമായി കേരളത്തിലെ നാദാപുരം എന്ന് പറയുന്ന പ്രദേശത്ത് നടന്ന ഭീകരമായ, പ്രയാസകരമായ, ഏതൊരു മുസ്ലിമിന്റെ മനസ്സിനെയും വേദനിപ്പിക്കുന്ന വാർത്ത ഞാനും നിങ്ങളും വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്തതാണ്. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ മതനിർഭയത്വമാണ് ലോകത്ത് അള്ളാഹുവിൻ്റെ ഖുർആൻ വളരെ കൃത്യമായി
സമാധാനം ആഗ്രഹിക്കുന്ന, ആശ്വാസം ആഗ്രഹിക്കുന്ന മനുഷ്യ സമൂഹത്തിന് മുമ്പിൽ കൃത്യമായി പഠിപ്പിച്ച ഒരു വിഷയമുണ്ട്. വഇമ്മാ യഅ്തിയന്നകും മിന്നീ ഹുദാ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. എന്നിൽ നിന്ന് വല്ല മാർഗദർശനവും നിങ്ങൾക്ക് വന്നെത്തിയാൽ, ആരാണോ ആ മാർഗദർശനത്തെ പിൻപറ്റുന്നത്, ആ മാർഗദർശനം പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്നത്, ആ മാർഗദർശനത്തെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നത്, ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവൻ വ്യസനിക്കേണ്ടതില്ല, അസ്വസ്ഥതകൾ നിറഞ്ഞ ജീവിതത്തിലേക്ക് അവൻ പോകേണ്ടതില്ല. ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും അവന് സ്വസ്ഥതയും സമാധാനവും നിർഭയത്വവും സുരക്ഷിതത്വ ബോധവും ലഭിക്കുമെന്ന് പരിശുദ്ധ ഖുർആനാണ് പഠിപ്പിച്ചത്. ഏതെങ്കിലും MLA-മാരുടെ വാക്കുകളല്ല, ഏതെങ്കിലും MP-മാരുടെ വാക്കുകളല്ല. ഖൈറുൽ കലാമി കലാമുല്ലാഹ്, സംസാരങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേയസ്കരമായ സംസാരമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സംസാരമാണ്. ജീവിതത്തിൽ നിർഭയത്വം ലഭിക്കണമെങ്കിൽ ഇസ്ലാമിനെ പൂർണ്ണമായി നമ്മൾ പുൽകണം. ഇസ്ലാമിന്റെ മുഴുവൻ നിർദ്ദേശങ്ങളെയും ഇരു കൈകളും നീട്ടി സ്വീകരിച്ചാൽ ജീവിതത്തിൽ ലോകത്ത് ഒരാൾക്കും അനുഭവിക്കാൻ കഴിയാത്ത നിർഭയത്വവും സമാധാനവും ആശ്വാസവും നമുക്ക് ലഭിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇസ്ലാം എന്ന് പറയുന്ന പദത്തിന്റെ അർത്ഥം തന്നെ സമാധാനമെന്നാണ്. ഏകനായ റബ്ബിനെ പൂർണ്ണമായി തിരിച്ചറിഞ്ഞ് അവനിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കുന്നത് വഴി മനുഷ്യന് ലഭിക്കുന്ന സമാധാനമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം. അവനാണ് മുസ്ലിം. ഒരു മുസ്ലിമായ മനുഷ്യന് പറയുന്ന മറ്റൊരു പേരാണ് മുഅ്മിൻ. എന്താണ് പ്രിയപ്പെട്ടവരെ മുഅ്മിൻ എന്ന് പറഞ്ഞാൽ? മുഅ്മിൻ എന്ന് പറഞ്ഞാൽ നിർഭയത്വം, സുരക്ഷിതത്വം എന്നൊക്കെ അർത്ഥമുള്ള അംനി എന്ന് പറയുന്ന അറബി പദത്തിൽ നിന്നാണ് ഈമാൻ എന്ന പദമുണ്ടായത്. സൃഷ്ടാവിന്റെ മുന്നിൽ പൂർണ്ണമായി കീഴ്പ്പെട്ടുകൊണ്ട്, അവരിൽ പൂർണ്ണമായി ബരമേൽപ്പിച്ചുകൊണ്ട്, ഏകനായ റബ്ബിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും അവന്റെ നിയമങ്ങൾക്കും അവന്റെ കൽപ്പനകൾക്കും ജീവിതം കൊണ്ട് വ്യാഖ്യാനം നൽകി ജീവിച്ചു കഴിഞ്ഞാൽ എനിക്കും നിങ്ങൾക്കും കിട്ടുന്ന ഒരു നിർഭയത്വമുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, പ്രവാസി സുഹൃത്തുക്കളെ, നെഞ്ചിലേക്ക് കൈവച്ചുകൊണ്ട് ചോദിക്കേണ്ട ചില ചോദ്യങ്ങളുണ്ട്. ഞാനൊരു മുഅ്മിനായിട്ടുണ്ടോ? ഞാനൊരു മുഅ്മിനായിട്ടുണ്ടോ? ഞാനൊരു മുസ്ലിമായിട്ടുണ്ടോ? ഒരു മുഅ്മിനായ മനുഷ്യന് ലഭിക്കേണ്ട നിർഭയത്വം എന്റെ ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളിലും എനിക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? എന്റെ ആത്മീയമായ രംഗങ്ങളിൽ, എന്റെ വ്യക്തി ജീവിതങ്ങളിൽ, എന്റെ കൗടുംബിക ജീവിതത്തിൽ, എന്റെ സാമൂഹിക രംഗങ്ങളിൽ ഈ മുഅ്മിനിന് ലഭിക്കുന്ന സമാധാനവും സ്വസ്ഥതയും, ആ മുഅ്മിൻ ലഭിക്കുന്ന നിർഭയത്വവും സുരക്ഷിതത്വ ബോധവും നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് മൗലികമായി ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യേണ്ട സന്ദർഭമാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ പഠിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമുക്ക് നിർഭയത്വം ലഭിക്കാൻ കാരണമായി തീരുന്ന നിരവധി അനവധി വിഷയങ്ങൾ ലോകത്തിന്റെ തമ്പുരാൻ പരിശുദ്ധ ഖുർആനിലൂടെ പരിവർത്തനത്തിന്റെ പടപ്പാട്ട് പാടിയ ഒരു മഹാവേദഗ്രന്ഥത്തിലൂടെ എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നുണ്ട്. ഏതൊക്കെയാണ് പ്രിയപ്പെട്ടവരെ മാനവ സമൂഹത്തിന് നിർഭയത്വം നൽകുന്ന വിഷയങ്ങൾ? വളരെ കൃത്യമായി ഖുർആൻ പറയുന്നുണ്ട്. ഒന്നാമത്തെ വിഷയം കലർപ്പില്ലാത്ത വിശ്വാസത്തിന്റെ ഉടമകളാകാൻ സാധിക്കലാണ്. കലർപ്പില്ലാത്ത വിശ്വാസത്തിന്റെ ഉടമകളായി തീരാൻ നമുക്ക് സാധിച്ചാൽ ജീവിതത്തിൽ സ്വസ്ഥതയുണ്ട്, ജീവിതത്തിൽ സമാധാനമുണ്ട്, ജീവിതത്തിൽ സുരക്ഷിതത്വ ബോധമുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ. നിങ്ങൾ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അൻആമിലെ 82-ാമത്തെ വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അല്ലദീന ആമനു വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംൻ. എന്താണ് പ്രിയപ്പെട്ടവരെ പറയുന്നത്? വിശുദ്ധ ഖുർആൻ പറയുകയാണ്, അല്ലദീന ആമനു, വിശ്വസിക്കുകയും, വലം യൽബിസു ഈമാനഹും ബിദുൽമിൻ, അവരുടെ വിശ്വാസത്തിൽ യാതൊരു ദുൽമും കൂട്ടിക്കലരാതിരിക്കുകയും ചെയ്താൽ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഉലൈക ലഹുമുൽ അംൻ,
അവനാണ് ജീവിതത്തിൽ നിർഭയത്വമുള്ളത്. അവനാണ് ജീവിതത്തിൽ നിർഭയത്വമുള്ളത്. ഒരാൾ അല്ലാഹുവിൽ വിശ്വസിക്കേണ്ട രൂപത്തിൽ പൂർണ്ണമായി വിശ്വസിക്കുകയും ഈമാനിൽ ദുൽമ് കലരാതിരിക്കുകയും ചെയ്താൽ അവന് നിർഭയത്വമുണ്ട്, സുരക്ഷിതത്വമുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ. നമ്മൾ ആലോചിക്കേണ്ട കാര്യമുണ്ട്. എന്താണ് ആലോചിക്കേണ്ടത്? എന്താണ് ദുൽമ്? ദുൽമ് കലർന്നാൽ എന്റെ നിർഭയത്വം നഷ്ടപ്പെടും, എന്റെ സുരക്ഷിതത്വ ബോധം നഷ്ടപ്പെടും, എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന സമാധാനം അത് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എന്താണ് ദുൽമെന്ന് നമ്മൾ അറിയണം. ഈ ആയത്ത് കേട്ടപ്പോ സ്വഹാബിമാരോടി വരികയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്വഹാബിമാര് ചോദിക്കുകയാണ്, അള്ളാഹുവിന്റെ പ്രവാചകരെ, ജീവിതത്തിൽ ഇന്നുവരെ ഒരു തെറ്റും ചെയ്യാത്തവരായി ഞങ്ങളുടെ കൂട്ടത്തിൽ ആരുമില്ലല്ലോ. ജീവിതത്തിൽ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ഞാനും ഞങ്ങളുടെ കൂടെയുള്ളവരും ചെയ്യുന്നവരാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്കും ഈ പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയില്ലേ എന്ന് സ്വഹാബിമാര് ചോദിച്ചപ്പോൾ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബിമാർക്ക് പറഞ്ഞു കൊടുക്കുന്ന മൗലികമായ ചില കാര്യങ്ങളുണ്ട്. ലൈസ കമാ തളുന്നൂൻ, നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല കാര്യം. ചെറിയ ചെറിയ തിന്മകളെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. മറിച്ച് ഇന്നമാ ഖാല ലുഖ്മാൻ ലിഇബ്നിഹി, മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകനോട് പറഞ്ഞ ആ ശിർക്കിനെ കുറിച്ചാണ് ദുൽമായി അള്ളാഹുവിന്റെ ഖുർആൻ ഇവിടെ പഠിപ്പിച്ചത്. എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അദീം എന്ന് പരിശുദ്ധ ഖുർആനിലെ ആയത്തോതി കൊടുക്കുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിതത്തിൽ ശിർക്ക് വന്നാൽ നമ്മുടെ നിർഭയത്വം നഷ്ടപ്പെടുകയാണ്. എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ശിർക്ക് വരിക? ഏകനായ റബ്ബിനെ മനസ്സിലാക്കുന്ന വിഷയത്തിൽ അപാകതകൾ സംഭവിക്കുമ്പോഴാണ് മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ശിർക്ക് കടന്നു വരിക. എങ്ങനെയാണ് മനുഷ്യ ജീവിതത്തിലേക്ക് ശിർക്ക് കടന്നു വരിക? എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ? ഏകനായ റബ്ബിനെ വിട്ട് അവന്റെ സൃഷ്ടികളെ ആരാധിക്കുന്ന, അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്ന, അവരോട് പ്രാർത്ഥിക്കുന്ന, അവർക്ക് ഈ രൂപത്തിലുള്ള സിദ്ധികളുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് അത്തരം ആളുകളുടെ അടുക്കലേക്ക് കടന്നു ചെല്ലുന്നത് എന്തുകൊണ്ടാണ്? ഏകനായ റബ്ബിനെ കൃത്യമായി അറിയുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാത്തത് കൊണ്ടാണ്. നിങ്ങൾ നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പ്രബോധിത സമൂഹത്തിലേക്ക് കടന്നു വരികയാണ്. ഏത് സമൂഹമാണ്? ലോകത്തിന്റെ ചരിത്രത്തിൽ WWW വൈൻ വുമൺ വാർ, പെണ്ണിലും കള്ളിലും മദ്യത്തിലുമായി ജീവിതത്തെ തളച്ചിട്ടിരുന്ന ഒരു സമൂഹമായിരുന്നു. അന്ധകാര നിബിഡമായ സമൂഹമായിരുന്നു. ആ സമൂഹത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് എന്തു പറഞ്ഞു? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ആദ്യമായി ലാ തശ്റബുൽ ഖംർ, നിങ്ങൾ കള്ളു കുടിക്കരുത് എന്നല്ല പറഞ്ഞത്. അങ്ങനെ അവരോട് പറഞ്ഞിരുന്നുവെങ്കിൽ ലഖാലു, അവർ പറയുമായിരുന്നു, ലാ നദഉൽ ഖംറ അബദാ, ജീവിതത്തിൽ ഒരിക്കലും മദ്യപാനം ഞങ്ങൾ ഒഴിവാക്കുകയില്ല. ഇനി അവരോട് വ്യഭിചരിക്കരുതെന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ അവർ പറയുമായിരുന്നു, ജീവിതത്തിൽ ഒരിക്കലും ഞങ്ങൾ വ്യഭിചാരം ഒഴിവാക്കുകയില്ല. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഒരു വിഷയമുണ്ട്. ഇന്ന അവ്വലമ നസല മിനൽ ഖുർആൻ, പരിശുദ്ധ ഖുർആനിൽ ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട വിഷയം, ആദ്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തെ പഠിപ്പിച്ച വിഷയം അദ്ദുആഉ ഇല തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്കുള്ള ക്ഷണനമാണ്. ലോകത്തിന്റെ സിട്ടാവിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്തു. ആ സിട്ടാവിനെ കൃത്യമായി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ മഹാനായ ലോകത്തറിയപ്പെട്ട സലഫി പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ലോകത്തറിയപ്പെട്ട മഹാരഥന്മാരായ പണ്ഡിതന്മാര് പറയുന്ന കാര്യമുണ്ട്. ഏകനായ റബ്ബിനെ ഒരാൾ തിരിച്ചറിഞ്ഞാൽ ഇന്ന ഹാദൽ ഇൽം, ഈ വിജ്ഞാനം, റബ്ബിനെ കുറിച്ചുള്ള വിജ്ഞാനം, സബബുൽ ലിമഹബ്ബത്തില്ലാ, അല്ലാഹുവിനെ ഇഷ്ടപ്പെടാൻ നമുക്ക് സാധിക്കും. ഏകനായ റബ്ബിനെ കൃത്യമായി അറിഞ്ഞാൽ റബ്ബിനെ നമ്മൾ ഇഷ്ടപ്പെടും. പിന്നെ ആ റബ്ബ് കൽപ്പിക്കുന്നതെന്തും പിന്നെ ആ റബ്ബ് വിധിക്കുന്നതെന്തും ഉൾക്കൊള്ളാൻ നമ്മുടെ മനസ്സ്
പ്രാപ്തമാവുകയും മനസ്സിന് സമാധാനം ലഭിക്കുകയും മനസ്സിന് സ്വസ്ഥത ലഭിക്കുകയും ജീവിതത്തിലുടനീളം ഏത് പരീക്ഷണത്തിന്റെ തീച്ചൂളകളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും ഇല്ല, നമ്മൾ നിരാശരാവില്ല, നിഷ്ക്രിയരാവില്ല. ഹസ്ബിയല്ലാ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞപ്പോ, ആളുകൾ പല്ലിടിച്ച് കാണിച്ചപ്പോ, പരിഹസിച്ചപ്പോ, തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുമ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ അതരങ്ങളിൽ നിന്ന് ലോകത്തിന്റെ മുമ്പിൽ ഉതിർന്നു വീണ മുത്തുവാക്കുകളുണ്ട്. ഏതാണത്? ഹസ്ബിയല്ലാഹ് വനിഅമൽ വക്കീൽ. എനിക്കെന്റെ റബ്ബ് മതി, ഭരമേൽപ്പിക്കപ്പെടാൻ അവനെത്ര ഉന്നതൻ. ജീവിതത്തിൽ ഒരു പരീക്ഷണം വരുമ്പോഴേക്ക്, ജീവിതത്തിൽ ഒരു പ്രയാസം വരുമ്പോഴേക്ക് നിരാശരും നിഷ്ക്രിയരുമായി ജീവിതം അവസാനിപ്പിക്കുന്ന ഒരു സമൂഹത്തിന്റെ മുമ്പിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മാതൃകയാണ്. ആലോചിക്കണം പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനെ നമ്മൾ അറിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള അറിവിന്റെ അപര്യാപ്തതയാണ് മനുഷ്യ ജീവിതത്തിലേക്ക് അസ്വസ്ഥതകൾ കൊണ്ടുവരുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. നിങ്ങൾ നോക്കൂ, എന്തിനാണ് അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ അറിയുന്നത്? ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമ. അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ കഴിയുന്നത് അള്ളാഹുവിനെ കുറിച്ച് അറിവുള്ളവർ മാത്രമാണ്. ആലോചിക്കണം പ്രിയപ്പെട്ടവരെ, പ്രവാസ ജീവിതത്തിന്റെ ബഹുമാന്യനായ ഹുസൈൻ സലഫി സൂചിപ്പിച്ചതുപോലെ പ്രവാസ ജീവിതത്തിന്റെ 25 കൊല്ലത്തിനിടയിൽ, 30 കൊല്ലത്തിനിടയിൽ, 26 കൊല്ലത്തിനിടയിൽ, 20 കൊല്ലത്തിനിടയിൽ, 15 കൊല്ലത്തിനിടയിൽ പലതും നമ്മൾ പഠിച്ചു. ജീവിതം നമ്മൾ പഠിച്ചു, പലതും നമ്മൾ പഠിച്ചു. എന്നാൽ നമ്മെ സൃഷ്ടിച്ച, കാണാനുള്ള കണ്ണ് നൽകിയ, കേൾക്കാനുള്ള ചെവി നൽകിയ, പിടിക്കാനുള്ള കൈ നൽകിയ, നടക്കാനുള്ള കാല് നൽകിയ, ശ്വസിക്കാനുള്ള വായു നൽകിയ, ആകാശത്തെ മേലാപ്പായി സംവിധാനിച്ച, അവിടെ സൂര്യനെ സംവിധാനിച്ച, അവിടെ നക്ഷത്രങ്ങളെ സംവിധാനിച്ച, ഗാലക്സികളെ സംവിധാനിച്ച, ഭൂമിയെ വിരിപ്പാക്കി തന്ന, വെള്ളത്തെ സംവിധാനിച്ച ഏകനും സർവാധിനാഥനുമായ അള്ളാഹുവിനെ തിരിച്ചറിയാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ? ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. മഹാനായ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ ഉസൂൽ തലാത്ത എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ തുടക്കത്തിൽ അദ്ദേഹം പറയുന്ന ചില മൗലികമായ വാചകങ്ങളുണ്ട്. യഅലം, നിങ്ങൾ അറിയണം, റഹിമകല്ലാഹ്, അല്ലാഹു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എന്തറിയണം? എന്തു പഠിക്കണം? എന്തു മനസ്സിലാക്കണം? മഅരിഫത്തുൽ അബ്ദി റബ്ബ, മഅരിഫത്തുൽ അബ്ദി നബിയ, മഅരിഫത്തുൽ അബ്ദി ദീന. ഒരു മനുഷ്യൻ അറിയേണ്ടത് ഏകനായ റബ്ബിനെയാണ് അറിയേണ്ടത്. ഒരു മനുഷ്യൻ അറിയേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഒരു മനുഷ്യൻ അറിയേണ്ടത് ഇസ്ലാം എന്ന് പറയുന്ന സുന്ദരമായ മതത്തെയാണെന്ന് പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുമ്പോൾ, അതിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാര് നമ്മളെ പഠിപ്പിക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, ആ വിജ്ഞാനത്തിന്റെ വിഷയത്തിൽ നമ്മൾ എവിടെ നിൽക്കുന്നു? ആലോചിക്കണം. എനിക്ക് ഓർമ്മ വരുന്നത് ഫുളൈൽ ഇബ്നു അയ്യാദ് റഹ്മത്തുള്ളാഹി അലൈഹി ലോകത്തോട് പറഞ്ഞ വളരെ സുന്ദരമായ ചില വാക്കുകളാണ്. ഫുളൈൽ ഇബ്നു അയ്യാദ് റഹ്മത്തുള്ളാഹി അലൈഹി ജനങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ജനങ്ങളെ, നിങ്ങൾക്ക് അല്ലാഹുവിനെ പേടിയുണ്ടോ? നിങ്ങൾക്ക് അല്ലാഹുവിനെ ഭയമുണ്ടോ എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ നിങ്ങൾ ഉസ്കുത്, ആരും മിണ്ടരുത്. ആളുകൾ ആകാംക്ഷയോടുകൂടി ചോദിക്കുകയാണ്, എന്തുകൊണ്ടാണ്? ഫുളൈൽ ഇബ്നു അയ്യാദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയാൻ, നിങ്ങൾ മിണ്ടിയാൽ ഒന്നാമതായി നിങ്ങൾ ഉത്തരം നൽകുന്നത് ലാ, ഞങ്ങൾക്ക് അല്ലാഹുവിനെ പേടിയില്ല. നിങ്ങൾ അങ്ങനെ പറഞ്ഞാൽ കഫർത, നിങ്ങൾ കാഫിറായി പോകും. അല്ലാഹുവിനെ ഭയപ്പെടുക എന്നത് ഇബാദത്താണ്, അതുകൊണ്ട് നിങ്ങൾ കാഫിറായി പോകും. ഇനിയോ രണ്ടാമത് നിങ്ങൾ പറയുന്ന മറുപടി ഏതാണ് പ്രിയപ്പെട്ടവരെ? നാം, അല്ലാഹുവിനെ പേടിയുണ്ടോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയുന്നു അതെ, എനിക്ക് പേടിയുണ്ട്. എന്നാൽ ഫുളൈൽ ഇബ്നു അയ്യാദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, കദബ്ത, നീ പറഞ്ഞത് നുണയാണ്. നിനക്ക് അല്ലാഹുവിനെ അല്ല പേടി, നിന്റെ റൂംമേറ്റിനെയാണ് നിനക്ക് പേടി, നിന്റെ സുഹൃത്തിനെയാണ് നിനക്ക് പേടി, നിന്റെ ഭാര്യയാണ് നിനക്ക് പേടി, നിന്റെ വാപ്പാനെയാണ് നിനക്ക് പേടി, നിന്റെ അമ്മോശനെയാണ് നിനക്ക് പേടി. അല്ല, സുഹൃത്തുക്കളെയാണ് പേടി, അയൽവാസികളെയാണ് പേടി, സമൂഹത്തെയാണ് പേടി, ഖാദിയാരെയാണ് പേടി, ഉസ്താദിനെയാണ് പേടി. ഇല്ല, ജീവിതത്തിൽ അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ നിനക്ക് സാധിക്കുകയില്ല. അല്ലാഹുവിനെ അറിഞ്ഞോ? അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ പറ്റും. അർശിന്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗം ആളുകളെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്.
അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, റജുലുൻ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാൻ, ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ ദഅതുഹു ഇംറഅത്തുൻ ദാത മൻസിബിൻ വജമാൽ, സുന്ദരിയായ കുലീനയായ ആര് കണ്ടാലും നോക്കിപ്പോകുന്ന തൊലിവെളുത്ത സുന്ദരിയായ ഒരു പെൺകൊടി വന്ന് ഈ പുരുഷനെ വിളിക്കുകയാണ്. തന്റെ വൈകാരിക ശമനത്തിന് വിളിക്കുകയാണ്. ഇല്ല, വാപ്പ കാണാനില്ല, ഉമ്മ കാണാനില്ല, സുഹൃത്തുക്കൾ കാണാനില്ല, ഒപ്പിയെടുക്കാൻ ക്യാമറ കണ്ണുകളില്ല. അവിടെയാണ് വിളിക്കുന്നത്. ഈ പുരുഷനെ വിളിച്ച് അടുത്തെത്തിയപ്പോൾ ഈ പുരുഷൻ പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ റബ്ബിനെ ഭയപ്പെടുന്നു. ഞാൻ എന്റെ പ്രിയപ്പെട്ട പ്രവാസികളോട് ചോദിക്കട്ടെ, റൂമിന്റെ ഉള്ളിൽ ഭാര്യയില്ലാത്ത, വാപ്പയില്ലാത്ത, അമ്മാവന്മാരില്ലാത്ത നിങ്ങളുടെ റൂമിന്റെ ഉള്ളിൽ സുഹൃത്തുക്കൾ വൃത്തികെട്ട ഫിലിമുകൾ കാണുമ്പോ നോക്കിച്ചിരിച്ച് മാർത്തി നിൽക്കാനല്ലാതെ, നോക്കിച്ചിരിച്ച് അവർക്ക് വേണ്ടി കൂട്ടുകൂടി കൊടുക്കാനല്ലാതെ ഇത് തെറ്റാണ്, അള്ളാഹുവിനെ ഭയപ്പെടണം, ഫത്തഖുല്ലാ എന്ന് പറയാൻ എനിക്കും നിങ്ങൾക്കും സാധിച്ചിട്ടുണ്ടോ? അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ആ തിന്മയിൽ നിന്ന് മാറി നിൽക്കാൻ. പലപ്പോഴും പല ആളുകളും കൂടെ കൂടികളാണ്. അവിടെ ചെന്നിട്ട് അവരെന്താ ചെയ്യുന്നത്? അവർ നന്മ ചെയ്യുന്നുണ്ടോ? നന്മ ചെയ്യും. അവർ തിന്മയാണോ ചെയ്യുന്നത്? എന്നാ തിന്മ ചെയ്യും. ഇത് ശരിയല്ല. റബ്ബി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കൃത്യമായി തിരിച്ചറിഞ്ഞ ഒരു വ്യക്തി ജീവിതത്തിൽ ഒരിക്കലും അസ്വസ്ഥതകളോ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ അവന്റെ ജീവിതത്തിലില്ല. ഇനി ദുൽമിനെ പണ്ഡിതന്മാർ വീണ്ടും വിശദീകരിക്കുകയാണ്. ദുൽമിനെ പണ്ഡിതന്മാർ വിശദീകരിച്ചു. എന്താണ്? ഏറ്റവും സുപ്രധാനമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. ദുൽമിനെ പണ്ഡിതന്മാർ പറഞ്ഞത്, മനുഷ്യർ അവരുടെ നഫ്സിനോട് ചെയ്യുന്ന തോന്നിവാസങ്ങൾ പണ്ഡിതന്മാർ വിശദീകരിക്കാൻ. ദുൽമ് 3 രൂപത്തിലുണ്ട്. ഒന്നാമത്തത് ദുൽമ് ശിർക്കാണ്. അത് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ നമുക്ക് നിർഭയത്വം ലഭിക്കുകയില്ല. 2 പണ്ഡിതന്മാര് പറഞ്ഞു, ഒരു മനുഷ്യൻ തന്റെ നഫ്സിനോട് ചെയ്യുന്ന തെറ്റുകൾ, അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് മനുഷ്യൻ അവന്റെ സ്വന്തത്തോട് ചെയ്യുന്ന തെറ്റുകൾ, ഇത് അവന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ അത് മുഖേന നാളെ പാരത്രിക ലോകത്ത് റബ്ബിനോട് മറുപടി പറയേണ്ടി വരുമെന്ന ബോധമാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. അങ്ങനെ നമ്മുടെ മനസ്സിലുണ്ടായാൽ നമുക്ക് നിർഭയത്വമുണ്ട്. എന്നാൽ നമ്മൾ ഈ തിന്മകൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എവിടെ നിർഭയത്വം? നിങ്ങൾ നോക്കൂ, നമ്മുടെ നാട്ടിലെ സ്ഥിതി നിങ്ങളറിയോ? നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥ നമ്മൾ അറിയൂ. മദ്യപാനവും വ്യഭിചാരവും സാർവത്രികമായി കൊണ്ടിരിക്കുന്ന ഒരു സമകാലിക സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. സുവർഗരതി, ഗ്യാസെക്സ്, ലേസ്ബിയൻ സെക്സ് വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു സമകാലിക സാഹചര്യത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. മദ്യവും മദിരാശിയും എവിടെയും തോന്നിവാസങ്ങളും വൃത്തികേടുകളും മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോകത്തിന്റെ നടുവിലാണ് പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ജീവിക്കുന്നത്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഖുൽ ഇന്നൽ ഖാസിരീന അല്ലദീന ഖസിറു അൻഫുസഹും വഅഹ്ലീഹിം യൗമൽ ഖിയാമ, പറയുക, തങ്ങൾ തന്നെയും തങ്ങളുടെ ആളുകൾ ഖിയാമത്ത് നാളിൽ നഷ്ടം വരുത്തിയവരത്രേ, നിശ്ചയമായും നഷ്ടക്കാർ. അള്ളാഹുവിന്റെ ഖുർആൻ പറയാൻ, തങ്ങളുടെ സ്വന്തത്തിനും തങ്ങളുടെ കുടുംബത്തിനും നഷ്ടം വരുത്തിയവരാണ് ഖിയാമത്ത് നാളിലെ ഏറ്റവും വലിയ നഷ്ടക്കാർ. എന്നിട്ട് ഖുർആൻ പറയുന്നു, അലാ ദാലിക ഹുവൽ ഖുസ്റാനുൽ മുബീൻ, അത് അറിയുക, അത് തന്നെയാണ് പ്രത്യക്ഷമായ നഷ്ടം. എന്നിട്ട് ഖുർആൻ പറയാൻ, ലഹും മിൻ ഫൗഖിഹിം ദുലലും മിനന്നാർ, നരകത്തിൽ നിന്നുള്ള തണലുകൾ അവനുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി നമ്മളെ വിശദീകരിച്ചു തരികയാണ്. ഇവിടെ നോക്കൂ, ലഹരിയുടെ വിഷയത്തിൽ കേരളത്തിന്റെ അവസ്ഥ നമ്മൾ തിരിച്ചറിയണം. ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ കള്ള് വിൽക്കുന്ന സംസ്ഥാനം ഏതാ? കേരളമാണ്. അതിൻ്റെ എല്ലാവിധ ഗുണങ്ങളും കേരളത്തിനുണ്ട്. ഏറ്റവും കൂടുതൽ ഹൃദ്രോഗികളുള്ളത് കേരളത്തിലാണ്. ഏറ്റവും കൂടുതൽ ആത്മഹത്യ നടക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്ത് കേരളത്തിലാണ്. ഏറ്റവും കൂടുതൽ അതേപോലെ തന്നെ പ്രമേഹ രോഗികളുള്ളത്, അതേപോലെ തന്നെ മാനസികമായ സമ്മർദ്ദം അനുഭവിക്കുന്ന ആളുകളുള്ളത് കേരളത്തിലാണ്. അള്ളാഹുവിന്റെ ഖുർആൻ വളരെ കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, മദ്യപാനം അത് വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും അസ്വസ്ഥതകളും നിർഭയത്വവും നഷ്ടപ്പെടുത്തുന്ന വിഷയമാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു, അൽ ഖംറു ഉമ്മുൽ ഖബായിസ്, മദ്യം എന്ന് പറയുന്നത് സകല തിന്മകളുടെയും മാതാവാണ്. ഖംറ് എന്ന് പറയുന്ന അറബി പദത്തിന്
ഹംറ് എന്ന് പറയുന്ന അറബി പദത്തിന്റെ അർത്ഥം മഹാമറൽ അഖൽ, ബുദ്ധിയെ മറച്ചു കളയുന്നതാണ്. നമ്മുടെ തലമറക്കുന്ന മക്കനൊക്കെ ഉപയോഗിക്കുന്ന പേര് ഹിമാർ അല്ലേ. രാവിലെ നമ്മൾ കാണുന്ന ഒരു സഹോദരൻ വളരെ മാന്യമായിട്ട് നമ്മളോട് പെരുമാറുന്നു. വൈകുന്നേരം മൂപ്പരെ നമ്മൾ കാണുമ്പോൾ ജീവിതത്തിൽ ഇന്ന് വരെ ഡിക്ഷണറി പോലും കാണാത്ത വാക്കാണ് മൂപ്പര് പറയുന്നത്. എന്തു പറ്റി? മൂപ്പരെ ബുദ്ധിയെ മറപ്പിച്ചു കളഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, വമൻ ശരിബഹാ, ആരെങ്കിലും മദ്യപാനം, ആരെങ്കിലും മദ്യം കഴിച്ചാൽ അവന്റെ 40 ദിവസത്തെ നിസ്കാരം ബാത്തിലാണ്, സ്വീകരിക്കുകയില്ല എന്ന് സയ്യിദുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി അടുത്ത വാചകങ്ങൾ ശ്രദ്ധിക്കണം. ഏറ്റവും കൂടുതൽ ആക്സിഡന്റ് നടക്കുന്ന സംസ്ഥാനം കേരളമാണ്. ആക്സിഡന്റ് നടക്കുന്ന സമയത്തെന്നറിയോ? 3 മണിയുടെയും 7 മണിയുടെയും ഇടയിൽ. കേരളത്തിലെ മുഴുവൻ മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റികളിലേക്കും കൊണ്ടുവരുന്ന കേസുകൾ നിങ്ങൾ പരിശോധിച്ചോ, 85% ഡ്രഗ്സിന് അഡിക്റ്റാണ്, മദ്യപാനികളാണ്. അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന വാചകം നിങ്ങൾ ശ്രദ്ധിക്കണം. ഫഇൻ മാത വഹിയ ഫീ ബത്നിഹി മാത മീതതൻ ജാഹിലിയ, അവന്റെ വയറ്റിൽ മദ്യമുണ്ടായിരിക്കെ അവൻ മരിക്കുകയാണെങ്കിൽ മാത മീതതൻ ജാഹിലിയ, അവന്റെ മരണം ജാഹിലിയത്തിന്റെ മരണമാണ്, ജാഹിലിയത്തിന്റെ മരണമാണ്. കേരളത്തിന്റെ പുറത്ത് ക്യാമ്പസുകളിൽ പഠിക്കുന്ന കുട്ടികളുള്ള രക്ഷിതാക്കളെ, മദ്യവും മദിരാശിയുമായി ജീവിതത്തെ അടിച്ചു പൊളിക്കുന്ന മക്കളെങ്ങാനും ഒരു ആക്സിഡന്റിൽ മരിച്ച് ആ മയ്യത്ത് വീട്ടിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുമ്പോ മാത്തമീത്തത്തും ജാഹിലിയ എന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ തലത്തിലേക്ക് നമ്മുടെ മക്കളാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങളെ നോക്ക്, അവിടുന്ന് ഇവിടുന്നൊക്കെ എത്ര ആക്സിഡന്റാ കേൾക്കണത്. ആക്സിഡന്റായ മയ്യത്ത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരാൻ എത്ര മയ്യത്തുകൾ വീട്ടിലേക്ക് കൊണ്ടുവന്ന് വീട്ടിൻ്റെ മുന്നിലേക്ക് അങ്ങോട്ട് വെച്ചിട്ട് ഉമ്മാനെ കൊണ്ടുവരാൻ, വാപ്പാനെ കൊണ്ടുവരാൻ, 2 പേരുടെ തോള് കൈയിട്ടിട്ട് നൊന്തു പ്രസവിച്ച് അമ്മിഞ്ഞപ്പാല് നൽകിയ ഉമ്മ വന്നിട്ട് മകന്റെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ മയ്യത്തിലേക്ക് നോക്കി കരയുമ്പോൾ, പഠിച്ചോനെ ഇനി ഉമ്മാന്റെ പ്രതീക്ഷ എന്താ അറിയോ? എൻ്റെ മോനെ എനിക്ക് സ്വർഗത്തിലെത്തിക്കണം, എൻ്റെ മോനെ എനിക്ക് സ്വർഗത്തിൽ കാണണം, എൻ്റെ മോന് സ്വർഗം കൊടുക്കണേ അല്ലാ. മാത്തമീത്തൻ ജാഹിലിയ എന്ന് പറഞ്ഞ മദ്യം കുടിച്ചുകൊണ്ടാണ് മരിച്ചതെങ്കിൽ അള്ളാഹു നമ്മുടെ മക്കളെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അങ്ങനത്തെ ഒരു ദുരവസ്ഥ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ഉണ്ടാകരുത്. നിങ്ങൾ നോക്കൂ, ഏറ്റവും പ്രധാനമായി എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം എന്താ അറിയോ? കേരളത്തിൽ 13.5 വയസ്സ് മുതൽ മദ്യപാനം ആരംഭിക്കുന്നു എന്നാണ്. അതുകൊണ്ട് ഏറ്റവും പ്രധാനമായി എൻ്റെ രക്ഷിതാക്കളോട് എനിക്കൊരു പറയാനെന്തറിയോ? ഏറ്റവും പ്രധാനമായി നമുക്ക് നമ്മുടെ മക്കളിൽ നിന്ന് നിർഭയത്വം ലഭിക്കണമെങ്കിൽ അള്ളാഹു പറഞ്ഞ കൽപ്പനകളെ ജീവിതത്തിൽ പാലിക്കാനും മക്കളെ വളർത്തേണ്ട രൂപത്തിൽ വളർത്തുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനമായി എനിക്ക് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം, ലഹരിക്കടിമപ്പെട്ട ആളുകളെ തിരിച്ചു കൊണ്ടുവരാൻ വൈദ്യശാസ്ത്രത്തിന് പോലും പരിമിതിയുണ്ട്. 25% മാത്രമേ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുള്ളൂ. 25%. എനിക്കറിയില്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെന്ന് എനിക്കറിയില്ല. പെരിന്തൽമണ്ണയിൽ ഒരു ഡി അഡിക്ഷൻ സെന്റർ ഉണ്ട്. ഞാൻ പോയിട്ടുണ്ട് പല ഞായറാഴ്ചകളിൽ അവിടെ ക്ലാസ് എടുക്കാൻ. സഹോദരങ്ങൾ, നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്തറിയോ? 17 വയസ്സുള്ള +1 പഠിക്കുന്ന മോൻ, ഇവിടെ ഇടുക്കി ജില്ലയിലുള്ള +1 പഠിക്കുന്ന മകൻ കഞ്ചാവിന് അഡിക്റ്റ്. നിരന്തരമായിട്ട് കുട്ടിക്ക് കഞ്ചാവ് കിട്ടണം. കഞ്ചാവ് കിട്ടിയിട്ടില്ലെങ്കിൽ വീട്ടിൽ വന്നിട്ട് ഉമ്മാനെ തൊഴിക്കുക, ഉമ്മാനെ അടിക്കുക, ഉമ്മാനെ വേദനിപ്പിക്കുക, വമ്പിച്ച പ്രശ്നങ്ങൾ, തലയിട്ട് വീഴുക, കിണറ്റിലേക്ക് ചാടാൻ ശ്രമിക്കുക, ആത്മഹത്യക്ക് ശ്രമിക്കുക. അതാ പറഞ്ഞത്, അടിമപ്പെട്ടു പോയാൽ, അഡിക്റ്റായാൽ തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല എന്ന് കൃത്യമായി. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. നമ്മുടെ മക്കളെ നമ്മൾ നിരീക്ഷിക്കണം. എവിടെ പോകുന്നു, ആരുമായി കൂട്ടുകൂടുന്നു, എവിടുന്ന് വരുന്നു ചോദിക്കാൻ കഴിയാറുണ്ടോ രക്ഷിതാക്കളെ? ആലോചിക്കേണ്ട വിഷയമാണ്. മക്കളെ നിരീക്ഷിക്കണം, നന്മ ഉപദേശിക്കണം. രാത്രി വൈകി വീട്ടിലെത്തുന്ന മകനോട് എന്തുകൊണ്ട് വൈകി എന്ന് ചോദിക്കാൻ ഉമ്മമാരെ നിങ്ങൾക്ക് സാധിക്കണം. ഇഷ്ടംപോലെ പണം വീട്ടിലേക്ക് അയച്ചു കൊടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, പണ്ഡിതന്മാര് കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. ആ മക്കൾക്ക് കൊടുക്കുന്ന പണം എന്തിൽ ചെലവഴിച്ചു, എന്തിന് ചെലവഴിച്ചു, ബാക്കി എത്രയുണ്ട്, അതെവിടെ എന്ന് ചോദിച്ചാൽ അടുത്ത ദിവസം മുതൽ ബാക്കി കൊണ്ടുവരും. ഇല്ലെങ്കിൽ അത് തെറ്റായ മാർഗത്തിൽ ചെലവഴിക്കപ്പെടും.
ഒരു സംശയമില്ല. ഇനിയോ നിങ്ങൾ നോക്കി, ഇത്തരം ആളുകളെ, ഡ്രഗ്സിനൊക്കെ അഡിക്റ്റ് ആയ ആളുകളെ നിങ്ങൾ നോക്കിക്കോ, പരിശോധിച്ചോ, കുടുംബത്തിലെ ഒരു സന്തോഷത്തിൽ അവരുണ്ടാവില്ല. എല്ലാ സന്തോഷത്തിൽ നിന്നും അവർ മാറിക്കും. എല്ലാ സന്തോഷത്തിൽ നിന്നും പ്രിയപ്പെട്ടവരെ അവർ മാറിക്കും. മാത്രല്ല, സുഹൃത്തുക്കൾ ആരെന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. എന്റെ സുഹൃത്താരാണ്, എന്റെ മകന്റെ സുഹൃത്താര്, എന്റെ മകളുടെ സുഹൃത്താര്, നമ്മൾ കൃത്യമായി അറിയണം. എന്തിനാണ് പ്രിയപ്പെട്ടവരെ ഈ മക്കൾ ഇഹലോകത്തും പരലോകത്തും നമുക്ക് നിർഭയത്വം നൽകേണ്ടതുണ്ട്. ഇസ്ലാം എന്ന് പറയുന്ന സുന്ദരമായ ഈ ആദർശത്തെ എന്റെ മക്കളെ വളർത്തുന്നതിൽ ഞാൻ പാലിച്ചിട്ടില്ല എങ്കിൽ എന്റെ നിർഭയത്വം നഷ്ടപ്പെടും, എന്റെ നിർഭയത്വം നഷ്ടപ്പെടും. മക്കളെ വളർത്തുന്നതിൽ ഞാൻ ഇസ്ലാമികമായ ജീവിത രീതികൾ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഞാൻ വളർത്തി എത്ര വലുതാക്കിയാലും എനിക്ക് ജീവിതത്തിൽ ദുനിയാവിലും ആഖിറത്തിലും എനിക്ക് നിർഭയത്വം ലഭിക്കുകയില്ല. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുകയാണ്, ഒരിക്കലും വ്യഭിചാരത്തിലേക്ക് അടുക്കുന്ന ഇത്തരത്തിലുള്ള വൃത്തികേടുകളിലേക്ക് നമ്മുടെ മക്കളെത്താൻ പാടില്ല. നിങ്ങൾ നോക്കൂ, വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഇന്നമാ യുരീദു ശൈത്താനു അയ്യൂഖിയ ബൈനകുമുൽ അദാവ വൽ ബഗ്ദാ ഫിൽ ഖംരി വൽ മൈസിർ. വിശുദ്ധ ഖുർആൻ കൃത്യമായി പഠിപ്പിച്ചു തന്നു, ഇതിലൂടെ മനുഷ്യർക്കിടയിൽ ശത്രുതയും വിദ്വേഷവും പിശാചുണ്ടാക്കാൻ ശ്രമിക്കുന്നു. അല്ലേ? ശരിക്കും പിശാചിന്റെ പണി എന്താ? ഇതിലൂടെ മനുഷ്യർക്കിടയിലും ശത്രുത ഉണ്ടാക്കുക, വിദ്വേഷം ഉണ്ടാക്കുക, തമ്മു തല്ലിക്കുക, എന്നിട്ട് കുത്തുക, മരിക്കുക. ഇങ്ങോട്ട് നോക്ക്, മദ്യപാനത്തിന്റെ പേരിലല്ലേ കഴിഞ്ഞ 4 ദിവസങ്ങൾക്ക് മുമ്പുള്ള പത്രത്തിൽ കാളികാവെന്ന് പറയുന്ന പ്രദേശത്ത് സ്വന്തം ബീജത്തിൽ പറന്ന പൊന്നുമോളെ, ആ പൊന്നുമോളുടെ മാറത്ത് കയറിയിരുന്ന് ആ പൊന്നുമോളെ കാട്ടാണെന്ന പോലെ വ്യഭിചരിച്ച് ആ പൊന്നുമോൾക്കൊരു കുഞ്ഞിനെ സമ്മാനിച്ച വൃത്തികെട്ട വാപ്പമാര് ജീവിക്കുന്ന ഒരു ലോകമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഖംറു ഉമ്മുൽ ഖബായിസ്, സകല തിന്മകളുടെയും മാതാവാണ് മദ്യം. ഇനിയെങ്കിലും നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കും എൻ്റെ മോൻ നല്ലതാണ്. ഒരിക്കലും നമ്മൾ എല്ലാവരും പറയാം, എന്താ എൻ്റെ മോൻ്റെ അടുത്തൊരു കുഴപ്പമില്ല. നമ്മൾ ശ്രദ്ധിക്കണം, നിരീക്ഷിക്കണം നമ്മളെ മക്കൾ എത്രയാണെങ്കിലും നമ്മളത് ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ നമ്മൾ ഏറ്റവും പ്രധാനമായി മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ നിർഭയത്വം നഷ്ടപ്പെടുത്തുന്ന മറ്റൊരു വിഷയമാണ് ളുൽമിനെ പണ്ഡിതന്മാർ മൂന്നാമതായി നമ്മളെ പഠിപ്പിച്ചത്. മനുഷ്യന്റെ നിർഭയത്വം നഷ്ടപ്പെടുത്തുന്ന മൂന്നാമത്തെ വിഷയം ജനങ്ങളോട് അന്യായം ചെയ്യുക. ജനങ്ങളോട് അന്യായം ചെയ്താൽ, ജനങ്ങളുടെ സമ്പത്തിനോട്, ജനങ്ങളുടെ അഭിമാനത്തോട് നമ്മൾ അന്യായം ചെയ്താൽ നമ്മുടെ നിർഭയത്വം നഷ്ടപ്പെട്ടു പോകും. ഭൗതികമായ നിർഭയത്വവും ആത്മീയമായ നിർഭയത്വവും നഷ്ടപ്പെട്ടു പോകും. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മിനായിൽ വെച്ച് സ്വഹാബിമാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമില്ലേ, ഇതേത് ദിവസമാണ് സ്വഹാബത്തെ? ആയിരക്കണക്കിന് വരുന്ന സ്വഹാബത്തിനെ സാക്ഷി നിർത്തി, 10,000-കണക്കിന് വരുന്ന സ്വഹാബത്തിനെ സാക്ഷി നിർത്തി ലോകത്തിന്റെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദ്യം, ഇതേത് ദിവസമാണ്? നിങ്ങൾക്കറിയാമോ? അവര് പറയുന്നു, അല്ലാഹു റസൂലുഹു ആലം, അല്ലാഹുവിനും റസൂലിനും അറിയാം. അല്ലാഹുവിന്റെ റസൂല് പറയാൻ, ഈ ദിവസം പരിശുദ്ധമായ ദിവസമാണ്. ഇതേത് സ്ഥലമാണെന്നറിയുമോ? സഹാബിമാര് പറഞ്ഞു, അല്ലാഹു റസൂലുഹു ആലം, ഇത് പരിശുദ്ധമായ സ്ഥലമാണ്. ഇതേത് മാസമാണെന്നറിയുമോ? ഇത് പരിശുദ്ധമായ മാസമാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തെ പഠിപ്പിച്ച, മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തിയ പ്രൗഢഗംഭീരമായ ലോകത്തിന്റെ ചരിത്രത്തിൽ തങ്കലിപികളാൽ രേഖപ്പെടുത്തിയ സുന്ദരമായ വചനം ഇല്ല. ലോകത്തൊരാദർശത്തിനും ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയാത്ത സുന്ദരമായ വാക്യങ്ങൾ. എന്താണ് പറഞ്ഞത്? ഫഇന്ന ദിമാഅക്കും വഅംവാലക്കും വഅറാദക്കും ഹറാമുൻ കഹുർമതി യൗമിക്കും ഹാദാ ഫീ ശഹരിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഈ നാട് പരിശുദ്ധമായതുപോലെ അല്ലാഹു നിങ്ങളുടെ രക്തവും, ഈ നാടിന്റെ പവിത്രത പോലെ അല്ലാഹു നിങ്ങളുടെ രക്തവും നിങ്ങളുടെ സ്വത്തും നിങ്ങളുടെ അഭിമാനവും നിങ്ങൾക്ക് പരിശുദ്ധമാക്കിയിരിക്കുന്നു. ഈ നാട് എത്ര പവിത്രമാണോ അത്രയും പവിത്രമാണ് നിങ്ങളുടെ അഭിമാനം. ഈ ദിവസം എത്ര പവിത്രമാണോ അത്രയും പവിത്രമാണ് നിങ്ങളുടെ രക്തവും നിങ്ങളുടെ സമ്പത്തുമെന്ന് ലോകത്തെ പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മുസ്ലിമായ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം സമ്പത്തിന്റെ വിഷയത്തിലും അഭിമാനത്തിന്റെ വിഷയത്തിലും അവൻ നിർഭയനാണ്. നിങ്ങൾ നോക്കൂ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, മൻ കാനത ഇൻദഹു മദ്ലമതുൻ ലിഅഖീഹി മിൻ ഇർളിഹി. ആരെങ്കിലും തന്റെ സഹോദരനോട്, അവന്റെ അഭിമാനത്തോട് ആരെങ്കിലും അന്യായം ചെയ്താൽ, അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു, ഔ മാലിഹി,
അവന്റെ സമ്പത്തിനോട് അന്യായം ചെയ്താൽ ഫല്യുഅദ്ദിഹാ ഇലൈഹി, അതവനിലേക്ക് തിരിച്ചു കൊടുക്കട്ടെ. ആരോടെങ്കിലും സാമ്പത്തികമായി നമ്മൾ അന്യായം ചെയ്താൽ, ആരെപ്പറ്റിയെങ്കിലും ഗീബത്തും നമീമത്തും കളവും ഇല്ലാത്തതും പറഞ്ഞു പ്രചരിപ്പിച്ചാൽ അവനോട് പോയി മാപ്പ് ചോദിക്കണം. സാമ്പത്തികമായി ബാധ്യതകൾ ഉണ്ടെങ്കിൽ തിരിച്ചു കൊടുക്കണം. എന്നിട്ട് റസൂലുള്ളാഹി പറയാൻ, ഖബില അയ്യഅതിയ യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരുന്നതിന് മുമ്പ് ലാ യുഖ്ബലു ഫീഹി ദീനാറും വലാ ദിർഹം, ഇല്ല, പരലോകത്തേക്ക് മാറ്റിവെക്കണ്ട, അവിടെ ദിർഹമില്ല, അവിടെ ദീനാറില്ല എന്ന് സയ്യിദുനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മറക്കരുത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ. എന്നിട്ട് പറയുന്നു, ഇൻ കാന ലഹു അമലുൻ സാലിഹുൻ ഉഖദ മിൻഹു, നാളെ പരലോകത്ത് വെച്ച് സാമ്പത്തികമായി ആരോടെങ്കിലും അന്യായം ചെയ്തുവെങ്കിൽ അവിടെ വെച്ച് വീട്ടുന്നത് ദിർഹമു കൊണ്ടല്ല, ദീനാറ് കൊണ്ടല്ല, എന്റെ അമലു സ്വാലിഹാത്തുകൾ എടുത്തുകൊണ്ടാണ്. ആയുസ് കുറഞ്ഞ, ആരോഗ്യം കുറഞ്ഞ, അമലുകൾ കുറഞ്ഞ പ്രിയപ്പെട്ടവരെ, പരിമിതമായ, വളരെ കുറഞ്ഞ, തുച്ഛമായ ഈ അമലുകൾ എടുത്തുകൊണ്ട് നമ്മൾ ചെയ്ത വൃത്തികേടുകൾക്ക് പരിഹാരം അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ വെച്ച് വീട്ടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കടം നിസ്സാരമായി തള്ളിക്കളയരുത്. പരലോകത്ത് ആത്മീയമായ നിർഭയത്വം നഷ്ടപ്പെടുത്തുന്ന വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദീർഘമായ ഒരു ഹദീസിലൂടെ എത്രത്തോളം അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു, ആരാണ് അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു? ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട വാപ്പ, ഏറ്റവും അവസാനത്തെ സ്വഹാബിയായ ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ്. ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ പിതാവ് ഉഹദിന്റെ രണാങ്കണത്തിലേക്ക് പോകുന്നതിന്റെ തലേ ദിവസം പൊന്നുമോനെ വിളിക്കുകയാണ്. പൊന്നുമോനെ വിളിച്ചുകൊണ്ട് ജാബിർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. എന്താണ് പറയുന്നത്? വഇന്നി ലാ അത്റുകു ബഅദി അഅസ്സ അലയ്യ മിൻക ഗൈറ നഫ്സി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലോകത്തിന്റെ പ്രവാചകൻ കഴിഞ്ഞാൽ എന്റെ ജീവിതത്തിൽ ഞാൻ ഏറെ സ്നേഹിക്കുന്നത് പൊന്നുമോനെ നീയാണ്. പൊന്നുമോനെ നീയാണ്. എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്നിട്ട് വാപ്പ പൊന്നുമോനോട് പറയാൻ, വഇന്ന അലയ്യ ദൈനൻ ഫഖ്ലി, പൊന്നുമോനെ എനിക്ക് കടമുണ്ട്, മോനെ നീ അത് വീട്ടണം, മോനെ നീ അത് വീട്ടണം, കടമുണ്ട് മോനെ എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുചുണ്ടുകളിൽ നിന്ന് ഉതിർന്നു വീഴുന്ന വിജ്ഞാനത്തിന്റെ മണിമുത്തുകൾ ശേഖരിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ തങ്ങളുടെ മക്കളോട് പറഞ്ഞു വസിയത്ത് ചെയ്യുകയാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് ഒരു മയ്യത്ത് കൊണ്ടുവന്നു. അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബിമാർ ചോദിക്കുകയാണ്, റസൂലേ, മയ്യത്ത് നിസ്കരിക്കണം. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നോട്ടേക്ക് ഓരോ സ്റ്റെപ്പുകളും വെച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിഞ്ഞു നിന്നുകൊണ്ട് സഹാബിമാരോട് ചോദിക്കുകയാണ്, ലഅല്ല അലാ സ്വാഹിബിക്കും ദൈന, ഈ മയ്യത്തിന് വല്ല കടവുമുണ്ടോ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചപ്പോൾ സഹാബിമാര് പറഞ്ഞു, ലഹു ദീനാറൈൻ, 2 ദീനാർ കടമുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നിലേക്ക് വെച്ച കാലുകൾ പിന്നിലേക്ക് വെച്ച് സഹാബിമാരോട് പറഞ്ഞു, സല്ലു അലാ സ്വാഹിബിക്കും, നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരന് വേണ്ടി നിസ്കരിച്ചോ, ഞാൻ നിസ്കരിക്കാനില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കുന്നില്ല കടമുള്ള മയ്യത്തിന് വേണ്ടി. അബൂ ഖതാദ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റിട്ടുണ്ട്, പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ഏറ്റെടുത്തു. ഹബീബേ, നിങ്ങൾ നിസ്കരിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മയ്യത്തിന്റെ അടുക്കലേക്ക് ചെന്നിട്ട് പറഞ്ഞു, നിന്റെ സമ്പത്തിലും നിന്റെ ധനത്തിലുമാണത്, സൂക്ഷിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചു. അടുത്ത ദിവസം അബൂ ഖതാദ റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണുകയാണ്. കണ്ടപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി ചോദിക്കുന്ന ചോദ്യം, നിന്റെ കൂട്ടുകാരന്റെ മാ ഫഅല ദീനാറൈൻ, ആ 2 ദീനാർ നീ എന്ത് ചെയ്തു? ഉടനെ തന്നെ അബൂ ഖതാദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലേ, ഇന്നലെ മരിച്ചിട്ടല്ലേ ഉള്ളൂ, ഇനി ഇത്ര സമയമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിണ്ടിയില്ല, പോയി. അടുത്ത ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണാൻ. ഒന്നാമത്തെ ചോദ്യം, നിന്റെ കൂട്ടുകാരന്റെ കടം വീട്ടിയോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അവിടുത്തെ സ്വഹാബി റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഖദ് ഖളൈതുഹുമാ, അല്ലാഹുവിന്റെ റസൂലേ, ആ 2 ദീനാർ ഞാൻ വീട്ടിയിരിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോ പ്രവാചകന്റെ മുഖത്ത് പുഞ്ചിരി പടരുകയും അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അൽ ആന ബറദത്തി ജിൽദ, ഇപ്പോഴാണ് നിന്റെ ഖബറിൽ കിടക്കുന്ന കൂട്ടുകാരന് അവന്റെ ഖബറിൽ സ്വസ്ഥത ലഭിച്ചത്,
സമാധാനം ലഭിച്ചത് എന്ന് സയ്യിദുന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ലക്ഷക്കണക്കിന് രൂപകൾ കടം വാങ്ങുമ്പോൾ മര്യാദകൾ പാലിച്ചില്ല. കടം എഴുതി വെക്കണം. ഇന്നും എനിക്ക് ഓർമ്മയുണ്ട്, ഒരു സുഹൃത്ത്, വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ഒരു പ്രവർത്തകൻ മരണപ്പെട്ടു. 6 മാസം കഴിഞ്ഞ് തൊട്ട അയൽവാസി വന്നിട്ട് ഈ വീട്ടിൽ വന്നിട്ട് ചോദിക്കുകയാണ്, മരിക്കുന്നതിന് മുമ്പ് കാക്ക ബിസിനസ് നടത്താൻ എൻ്റെ അടുത്ത് നിന്ന് 2 ലക്ഷം വാങ്ങിയിട്ടുണ്ട്, എനിക്ക് തിരിച്ചു തരണം. ഭാര്യ അവരോട് തിരിച്ചു പറയുന്ന മറുപടി എന്താ അറിയോ? നാളെ ഒരാൾ വന്നിട്ട് ഒരു 5 ലക്ഷം കാക്ക വാങ്ങിയിട്ടുണ്ട്, തിരിച്ചു തരണം എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? രേഖ ഉണ്ടോ? ഇല്ല. ആ മനുഷ്യന്റെ അവസ്ഥ എന്താ നിങ്ങൾ ആലോചിച്ചു? പാരത്രിക ലോകത്ത് നിർഭയത്തുണ്ടോ? ഖബറിൽ പോലും പ്രയാസമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാ, ആ മനുഷ്യന് ഖബറിൽ സ്വസ്ഥത കിട്ടിയപ്പോൾ അവിടെ കടം വീട്ടിയതിന് ശേഷമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇനി നമ്മൾ പഠിക്കേണ്ട മറ്റൊരു കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ വളരെ കൃത്യമായി പഠിപ്പിച്ചു. ഇസ്ലാം എന്ന് പറയുന്ന മതം മാതാപിതാക്കൾക്ക് നിർഭയത്വം നൽകിയ മതമാണ്. മാതാപിതാക്കൾക്ക് നിർഭയത്വം നൽകിയ മതമാണ്. ഇസ്ലാമികമായി മാതാപിതാക്കളോട് സമീപിച്ചാൽ, ആ വിഷയത്തിൽ ഇസ്ലാമിന്റെ നിയമങ്ങൾ നമ്മൾ പുലുകിയാൽ, ജീവിതത്തിൽ അവർക്ക് നിർഭയത്വവും സമാധാനവും സ്വസ്ഥതയും സന്തോഷവും നമുക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് കഴിയും. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി പഠിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്. ഒരിക്കൽ ആയിഷ ബീബി റളിയല്ലാഹു അൻഹ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. അള്ളാഹുവിന്റെ റസൂലേ, ഒരു പെണ്ണിന് ജീവിതത്തിൽ ഏറ്റവും ബന്ധമാരോടാണ്? മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഒരു പെണ്ണിന് ജീവിതത്തിൽ ഏറ്റവും ബന്ധം സൗജുഹാ, അവളുടെ ഭർത്താവാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വീണ്ടും ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, ഒരു പുരുഷന്റെ ജീവിതത്തിൽ ഏറ്റവും ബന്ധമാരോട്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഉമ്മുഹു, അവന്റെ ഉമ്മയോട്. ഒരു പെണ്ണിന്റെ സ്വർഗം ഭർത്താവാണെങ്കിൽ ഒരു പുരുഷന്റെ സ്വർഗം, പ്രിയപ്പെട്ടവരെ, ഉമ്മമാരാൻ, വാപ്പമാരാൻ. ആലോചിക്കണം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ സ്വർഗം ഉമ്മയാണ്, നമ്മുടെ ഭാര്യയുടെ സ്വർഗം നമ്മളാണ്. തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഭാര്യ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ ഉമ്മയെക്കുറിച്ച് പറയുന്ന പരാതിയുടെ നീണ്ട പട്ടികകൾ കേട്ട് ഉമ്മയെ വെറുക്കാനും ഉമ്മയെ വേദനിപ്പിക്കാനും മാനസികമായി സമ്മർദ്ദത്തിലാക്കാനും പ്രവാസ ജീവിതത്തിൽ പോലും ആളുകൾ മുതിരുന്നു എന്നത് വളരെ ഗൗരവതലത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാതാപിതാക്കളെ കിട്ടിയിട്ടും സ്വർഗം നേടാൻ കഴിഞ്ഞില്ലെങ്കിൽ അവന് നാശമാണ്, അവന് നാശമാണ്, അവന് നാശമാണ് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചപ്പോ ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ എന്ന് മറുപടി പറഞ്ഞുവെങ്കിൽ ആലോചിക്കണം പ്രിയപ്പെട്ടവരെ, എന്റെ വീടിന്റെ 4 ചുമരുകൾക്കുള്ളിൽ കഴിയുന്ന എന്നെ നൊന്ത് പ്രസവിച്ച് അമ്മിഞ്ഞ പാല് നൽകി ജീവിതത്തിന്റെ ഓരോ സെക്കൻഡുകളിലും എനിക്ക് വേണ്ടി ജീവിച്ച എന്റെ പൊന്നുമ്മയോട് അവരെ പരിഗണിക്കുന്ന വിഷയത്തിൽ, സ്നേഹിക്കുന്ന വിഷയത്തിൽ, ആദരിക്കുന്ന വിഷയത്തിൽ, ബഹുമാനിക്കുന്ന വിഷയത്തിൽ, ജീവിതത്തിൽ ഞാൻ അവരെ പരിഗണിക്കുന്ന വിഷയത്തിൽ ഞാൻ എവിടെ നിൽക്കുന്നു? ആലോചിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മളൊക്കെ എവിടെയാണ്? ഖുർആൻ പറഞ്ഞു, ഫലാ തഖുല്ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ, ഛേ എന്ന വാക്ക് പോലും പറയരുതേ, കയർത്ത് സംസാരിക്കരുതേ എന്ന് അള്ളാഹുവിന്റെ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുമ്പോ, പ്രിയപ്പെട്ടവരെ, പ്രായാധിക്യമെത്തിയ ഉമ്മമാരെ വൃദ്ധസദനങ്ങളിലേക്ക് അയക്കുന്ന ദാരുണമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എവിടെ നമ്മുടെ മാതാപിതാക്കൾക്ക് നിർഭയത്വം? ഇസ്ലാം പറയാൻ മാതാപിതാക്കൾക്ക് നിർഭയത്വം നൽകിയ മതമാണ് ഇസ്ലാം. ഇസ്ലാമിനെ നമ്മൾ എവിടെ കൈവിടുന്നു അവിടെ ഒക്കെ അസ്വസ്ഥതകൾ വരും, നിർഭയത്വം നഷ്ടപ്പെടും. നിങ്ങൾ നോക്ക്, ശരിക്കും എന്താ വിഷയം എന്നറിയോ? ശരിക്കും ഉമ്മാന്റെ വേല അമ്മക്ക് അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. ഇതൊക്കെ എൻ്റെ മുന്നിലിരിക്കുന്ന സഹൃദയരെ വിനയത്തിന്റെ ഭാഷയിലെ ഞാൻ പറയുന്നത്, ഹൃദയത്തിന്റെ ഭാഷയിൽ നമ്മുടെ ഉമ്മാനോടുള്ള സമീപനം നന്നാക്കിയിട്ടുണ്ടെന്ന് പറയാൻ കഴിയുന്ന എത്ര പേര് നമ്മുടെ മുമ്പിലുണ്ടാകും? നെഞ്ചിലേക്ക് കൈ ചേർത്ത് വെച്ചുകൊണ്ട് എൻ്റെ ഉമ്മാന്റെ സമീപനത്തിൽ ജീവിതത്തിൽ ഇന്നുവരെ
എൻ്റെ ഉമ്മാൻ്റെ മനസ്സിനെ നോവിക്കുന്ന, എൻ്റെ ഉമ്മാൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്ന ഒരു പ്രവർത്തനവും വാക്കുകളും ഞാൻ ഇന്നുവരെ പറഞ്ഞിട്ടില്ല എന്ന് പറയാൻ കഴിയുന്ന എത്ര പേര് ഈ സദസ്സിലുണ്ടാകും? വളരെ പരിമിതമായിരിക്കും. എന്തുകൊണ്ടാണ്? ഉമ്മാൻ്റെ വില അറിയില്ല. കണ്ണ് നഷ്ടപ്പെടുമ്പോൾ കണ്ണിൻ്റെ വില അറിയുള്ളൂ, കാല് നഷ്ടപ്പെടുമ്പോൾ കാലിൻ്റെ വില അറിയും. നിങ്ങളറിയോ, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സഹോദരി മാരകമായ ക്യാൻസർ എന്ന് പറയുന്ന രോഗം ബാധിച്ച് കിടപ്പിലായി. അങ്ങനെ ചികിത്സിച്ച് ഭേദമായി, ഒരു കുട്ടിയൊക്കെ ഉണ്ടായി. ഒരു 5 കൊല്ലം കഴിഞ്ഞിട്ട് വീണ്ടും തലയിൽ ഭയങ്കര തലവേദന വന്നപ്പോൾ വീണ്ടും തിരുവനന്തപുരം അവിടുത്തെ ക്യാൻസർ സെൻ്ററിലേക്ക് പോവുകയും അവിടുന്ന് ചികിത്സ തേടുകയും ചെയ്തു. അങ്ങനെ അവിടുന്ന് ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു, ഭാര്യനെ പുറത്തിരുത്തിക്കോളൂ, നമുക്ക് മരുന്നിനെക്കുറിച്ച് ചർച്ച ചെയ്യണം, ഭാര്യ പുറത്തിരുന്നോട്ടെ. അദ്ദേഹം മുമ്പിൽ കിട്ടിയ രേഖകൾ മുന്നിൽ വെച്ച് ഭർത്താവിനോട് പറയാൻ, ഭാര്യയുടെ അവസാനത്തെ ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കണം, ഭാര്യയുടെ അവസാനത്തെ ആഗ്രഹങ്ങൾ അറിഞ്ഞ് അത് നിറവേറ്റി കൊടുക്കണം. എൻ്റെ ഭാര്യനെ പറ്റി ഡോക്ടർ അങ്ങനെ പറയുമ്പോൾ ഞാൻ എന്ത് നിലപാടാണ് സ്വീകരിക്കുക? നിസ്സഹായനും നിസ്സാരനുമായി നോക്കി നിൽക്കാനല്ലാതെ അള്ളാഹുവിൻ്റെ അപാരമായ ഖദറിൽ ഇത് ഹൈറാണെന്ന് വിശ്വസിച്ച് ക്ഷമിക്കാനല്ലാതെ ഒരു മുസ്ലിമിന് കഴിയുമോ? അവിടെ നോക്ക്, അവിടെ നിന്ന് ഇറങ്ങി വരാൻ, യാത്രയിൽ ചോദിക്കാൻ, മോളെ സത്യത്തിൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ആഗ്രഹം ഇന്ന കാര്യം ചെയ്യണമെന്നാ, നിൻ്റെ ആഗ്രഹം എന്താ? ഭാര്യ പറയാൻ, എനിക്കെൻ്റെ ചെറിയ മോളുമായിട്ടൊന്ന് ഉംറക്ക് പോകണം. സത്യം 5 ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ, 1 മാസവും 7 ദിവസവും കഴിഞ്ഞപ്പോൾ ഒരു വെള്ളിയാഴ്ച കേൾക്കുന്നത് മരണം, സഹോദരിയുടെ മരണം. വളരെ നേരത്തെ ഞങ്ങളൊക്കെ പോയി. രാത്രി തന്നെ മരണം. മയ്യത്ത് കഫൻ ചെയ്തു, മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് വെച്ചു. രാവിലെ എല്ലാവരും വന്ന് നിസ്കരിച്ചു. എന്നിട്ട് പള്ളിയിലേക്ക് എടുക്കണം മയ്യത്ത്. പള്ളിയിലേക്ക് എടുക്കുന്ന നേരത്ത് വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞു, രാത്രി മയ്യത്ത് കഫൻ ചെയ്ത് വെച്ചല്ലേ, മക്കളെ പിന്നെ കണ്ടിട്ടില്ല, അവസാനമായിട്ട് മക്കളൊന്ന് കാണട്ടെ. മക്കളെ കൊണ്ടുവന്നു. 2 മൂത്ത മക്കളും വന്ന് ഉമ്മാൻ്റെ ആ കെട്ടയച്ചു കൊടുത്ത് മുഖം കാണിച്ചു കൊടുത്തു. മക്കൾ 2 പേരും നെറ്റിയിൽ മുത്തം കൊടുത്തു. പിന്നെ 5 വയസ്സുള്ള ചെറിയ മോളെ കൊണ്ടുവന്നു. ആ പൊന്നുമോളെ കൊണ്ടുവന്നിട്ട് ഉമ്മാൻ്റെ നെറ്റിത്തടത്തിലേക്ക് അങ്ങോട്ട് വെച്ചു കൊടുത്തപ്പോൾ ആ കുട്ടി ഉമ്മാൻ്റെ തല ഉമ്മയുടെ കഴുത്ത് ഇങ്ങനെ ചേർത്തി പിടിച്ചിട്ട് ആ പൊന്നുമോള് ഉമ്മയുടെ നെറ്റിത്തടത്തിൽ മുത്തം വെച്ച് പിടിച്ചു നിൽക്കുന്ന വെല്ലിപ്പയോട് ചോദിക്കുക, എൻ്റെ ഉമ്മച്ചി നിങ്ങൾ എങ്ങോട്ടാ കൊണ്ടുവന്നത്? എൻ്റെ ഉമ്മച്ചി നിങ്ങൾ കൊണ്ടാൽ ഞാൻ ആരെ ഉമ്മച്ചി എന്ന് വിളിക്കുക? സത്യം ജീവിതത്തിൽ നിങ്ങൾ നോക്കുക, പൊന്നുമോളുടെ ഒരു ഉമ്മ നഷ്ടപ്പെട്ടതിൻ്റെ വില, ഒരു ഉമ്മ നഷ്ടപ്പെട്ടപ്പോൾ ആ മകൾ അനുഭവിക്കുന്ന വിരഹത്തിൻ്റെ വേദന ആ മുഖത്ത് പ്രകടമായിരുന്നു. കൂടെ നിന്ന ആളുകളൊക്കെ കരയായിരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ചു, നമ്മുടെ ഉമ്മാൻ്റെ വില നമ്മൾ അറിയണം. ജീവിതത്തിൽ ഒരിക്കലും അവർ കരയരുത്. ഭാര്യമാരെ മണിക്കൂറുകളോളം വിളിച്ച് സംസാരിക്കുന്ന ഭർത്താക്കന്മാരെ ജീവിതത്തിൽ അവർക്ക് നിർഭയത്വം പകർന്നു നൽകണം. ഇല്ല, ജീവിതത്തിൽ ഒരിക്കലും എന്റെ ഉമ്മ എന്റെ പേരിൽ കരയില്ല, വേദനിക്കില്ല എന്ന പ്രതിജ്ഞ എടുത്തുകൊണ്ട് ഈ ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ എനിക്കും നിങ്ങൾക്ക് സാധിച്ചാൽ സുബ്ഹാനല്ലാഹ്, നാളെ ഉമ്മയെ പരിപാലിച്ചതിന്റെ പേരിൽ സ്വർഗത്തിലൊരു വാതിൽ വാപ്പാനെ കൂടെ പരിചയിച്ചതിന്റെ പേരിൽ സ്വർഗത്തിൽ 2 വാതിലുകൾ സയ്യിദുനാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഒരു വ്യാപകമായി വന്നൊരു വാർത്ത ഉണ്ടായിരുന്നു. ഒരു ചെറിയ യതീംഖാനയിൽ പഠിക്കുന്ന കുട്ടി 5 വയസ്സായിട്ടേ ഉള്ളൂ. അവിടെ അഗതികൾ പഠിക്കുന്നുണ്ട്, അതേപോലെ തന്നെ യതീമുകളും പഠിക്കുന്നുണ്ട്. അഗതികൾ പലപ്പോഴും പല വീട്ടിൽ നിന്നും രക്ഷിതാക്കളൊക്കെ വന്നിട്ട് അവിടുത്തെ കുട്ടികൾക്ക് മധുരം കൊടുക്കുകയും കുട്ടികളെ ചേർത്ത് പിടിക്കുകയും മാറത്ത് വെക്കുകയൊക്കെ ചെയ്യുന്നത് ഈ ചെറിയ കുട്ടി ജനലിൻ്റെ ഉള്ളിൽ കൂടെ കാണാൻ. ഇങ്ങോട്ട് നോക്ക്, ഇതൊരു വീഡിയോ ആണെങ്കിലും ആ വീഡിയോ നമുക്ക് നൽകുന്ന ചില സന്ദേശങ്ങളുണ്ട്. ആ കുട്ടി ശരിക്കും ഇത് കാണാൻ എല്ലാവരും വന്നിട്ട് അവരുടെ മക്കളെ ചേർത്ത് പിടിക്കുന്നു, മുത്തം വെക്കുന്നു, അരികിലേക്ക് മാടി വിളിക്കുന്നു, അവരെ സ്നേഹിക്കുന്നു. ഇതൊക്കെ കാണാൻ ഈ കുട്ടി എന്താ ചെയ്യുന്നതെന്നറിയോ? ഈ കുട്ടി
ആ ഓർഫനേജിൻ്റെ മുന്നിലേക്ക് ഇറങ്ങി ചെന്നിട്ട് ഒരു ചോക്ക് എടുത്തിട്ട് ഒരു ഉമ്മയുടെ ചിത്രം വരച്ചു. ഒരു ഉമ്മയുടെ ചിത്രം വരച്ചിട്ട് ആ ഉമ്മയുടെ ചിത്രത്തിൻ്റെ ഉള്ളിൽ കൈ ഇങ്ങനെ വെച്ചിട്ട് ആ ഉമ്മയുടെ ചിത്രത്തിൻ്റെ ഉള്ളിൽ ഈ കിട്ടിക്കിടക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഉമ്മ നഷ്ടപ്പെടുമ്പോൾ ഉമ്മാന്റെ വില നമുക്കറിയും. പ്രിയപ്പെട്ടവരെ, നാളെ മരണപ്പെട്ടു പോകുമ്പോ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ വാപ്പയും ഉമ്മയും മരിച്ചു പോകുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോ ഒന്നുമില്ല 3 തുടിയുമായി പോകുമ്പോൾ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചതുപോലെ വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന ഒരു മകൻ ആണോ പ്രിയപ്പെട്ടവരെ നമ്മൾ? ഉമ്മാക്ക് സമാധാനിക്കാൻ പറ്റുമോ? ഉമ്മാന്റെ മയ്യത്ത് മുന്നിൽ കൊണ്ടുവന്ന് കിടത്തിയിട്ട് പെൺമക്കൾ ചെന്നിട്ട് ഉമ്മാന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ ഉമ്മാക്ക് ഉറപ്പുണ്ട്, എൻ്റെ മോള് കുളിപ്പിക്കും എന്നെ, എൻ്റെ മോള് മയ്യത്ത് നിസ്കാരത്തിന് നേതൃത്വം നൽകും, എൻ്റെ മോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, എൻ്റെ മോൻ എന്നെ കുളിപ്പിക്കും. വാപ്പമാർക്ക് പ്രതീക്ഷയുണ്ടോ? ഉണ്ടോ? വാപ്പമാർക്ക് ഈ മക്കളെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന മയ്യത്ത് കബറിലേക്ക് ഇറക്കി വെച്ച് 6 അടി മണ്ണിലേക്ക് ഇറച്ചി വെച്ച് കല്ലുകൾ വെച്ച് പലകകൾ വെച്ച് മണ്ണിട്ട് മൂടി എല്ലാവരും പിരിഞ്ഞു പോരുമ്പോഴും ഈ പൊന്നുമോൻ എല്ലാവരും തസ്ബീഹ് ചൊല്ലി പിരിഞ്ഞു പോരുമ്പോഴും കരയുന്ന കണ്ണുകളുമായി, പിടക്കുന്ന കൈകളുമായി, വറയാർന്ന കൈകളുമായി അവിടെ വെച്ച് പ്രാർത്ഥിക്കുന്നു, അല്ലാഹ് എന്റെ ഉമ്മാന്റെ കബർ വിശാലമാക്കണേ അല്ലാഹ്, എന്റെ വാപ്പാന്റെ കബർ വിശാലമാക്കണേ അല്ലാഹ്, ഉമ്മാക്ക് സ്വർഗ്ഗം കൊടുക്കണേ അല്ലാഹ്, വാപ്പാക്ക് സ്വർഗ്ഗം കൊടുക്കണേ അല്ലാഹ്. എനിക്ക് നിങ്ങൾക്കും സാധിച്ചാൽ ആ ഉമ്മാക്ക് പരലോകത്ത് നിർഭയമുണ്ട്, പരലോകത്ത് സ്വസ്ഥതയുണ്ട്. മാതാപിതാക്കൾ മരണപ്പെട്ടാൽ ആ മാതാപിതാക്കളോട് നമുക്കുള്ള ഏറ്റവും സുപ്രധാനമായ ബാധ്യത അവർക്ക് വേണ്ടിയുള്ള നമസ്കാരമാണ്, അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരുപാട് ഏരിയകൾ നമുക്ക് സംസാരിക്കാനുണ്ട്. ശാരീരികമായ പ്രയാസം കൊണ്ടും അതേപോലെ തന്നെ സമയത്തിന്റെ കുറവ് കൊണ്ടും ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇന്ന് കോഴിക്കോട് നടന്ന ഐക്യസമ്മേളനമൊക്കെ നമുക്കറിയാം. നമ്മൾ ഏറ്റവും പ്രൗഢമായി ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ആദർശം പറഞ്ഞാൽ അനൈക്യപ്പെട്ടു പോകുന്ന ഒരു ഐക്യം ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ആദർശം പറയുമ്പോൾ ഐക്യപ്പെടുന്ന ഐക്യമാണ് ഇസ്ലാം പഠിപ്പിച്ചത്. ബഹുമാന്യനായ സിറാജുൽ ഇസ്ലാം ബാലുശ്ശേരി വളരെ കൃത്യമായി സ്പഷ്ടമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അറിയേണ്ടതുണ്ട്, സംസം വെള്ളത്തിന് പുണ്യമില്ല എന്ന് പറയുന്നവരോട് എങ്ങനെ ഐക്യപ്പെടാൻ നമുക്ക് കഴിയും? ഖബറിൽ ശിക്ഷയില്ല എന്ന് പറയുന്നവരോട് എങ്ങനെ ഐക്യപ്പെടാൻ നമുക്ക് കഴിയും? നാളെ സിറാത്ത് എന്ന് പറയുന്ന പാലമില്ല എന്ന് പറയുന്നവരോട്, മീസാനില്ല എന്ന് പറയുന്നവരോട് എങ്ങനെ ഐക്യപ്പെടാൻ നമുക്ക് കഴിയും? ആദർശത്തിന്റെ വിഷയത്തിൽ ഒരു കൃത്യതയുമില്ലാത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്ദരമായ വചനാമൃതങ്ങളെ പുറങ്കാലുകൊണ്ട് തട്ടിമാറ്റുന്നവരോട് എങ്ങനെ അനുകൂലമായ സമീപനങ്ങൾ സ്വീകരിക്കാൻ കഴിയും? നമുക്ക് പറയാനുള്ളത് തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും, വിശുദ്ധ ഖുർആൻ വിളിച്ച സുന്ദരമായ ആദർശം. ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 23 കൊല്ലത്തെ പ്രവാചക പ്രബോധന ജീവിതത്തിലൂടെ ആയിരക്കണക്കിന് മനുഷ്യർക്ക്, കോടിക്കണക്കിന് മനുഷ്യർക്ക് വെളിച്ചം നൽകിയ ഈ ആദർശം ഫഅതസിമു ബിഹബിലില്ലാ. ഹബിൽ എന്താ? ഖുർആനും സുന്നത്തും, അതിലുള്ള ഐക്യമാണ്. അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഏറ്റവും പ്രധാനമായി വന്നതിൻ്റെ ഉദ്ദേശം കൂടെ പ്രോഫ്കോണാണ്. പ്രൊഫഷണൽ വിദ്യാർത്ഥികളുടെ സമ്മേളനം. ആയിരക്കണക്കിന് രക്ഷിതാക്കളുടെ കണ്ണുകൾക്ക് കൺകുളിർമയേകി മക്കളെ തിരിച്ചു നൽകേണ്ട പ്രോഫ്കോൺ. ആയിരക്കണക്കിന് രക്ഷിതാക്കളുടെ കണ്ണുകൾക്ക് കൺകുളിർമയേകുന്ന മക്കളെ തിരിച്ചു നൽകേണ്ട പ്രോഫ്കോൺ നിസ്സാരമായി കാണരുത്. എൻ്റെ മുന്നിലിരിക്കുന്ന ഇവിടുത്തെ ഒരുപാട് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ഒരുപാട് യുവാക്കളുണ്ട്. ഇതിൽ ഭൂരിഭാഗം ആളുകളും പ്രോഫ്കോണിൻ്റെ പ്രൊഡക്റ്റ്, പ്രോഫ്കോണിലൂടെ കടന്നു വന്നവരൻ. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ പ്രതിസന്ധികൾ അനുഭവിക്കുന്ന, പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ജീവിതത്തിൽ വിജ്ഞാനം എന്തെന്നറിയാത്ത, ലോകത്തിന്റെ സിദ്ധാഭാരെന്നറിയാത്ത, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തിരിച്ചറിയാൻ സൗഭാഗ്യം ലഭിച്ചിട്ടില്ലാത്ത ആയിരക്കണക്കിന് മക്കൾ കേരളത്തിന്റെ അഷ്ടദിക്കുകളിലുള്ള, കേരളത്തിന് പുറത്തുമുള്ള
ക്യാമ്പസുകളിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവർക്ക് ആരാണ് അല്ലാഹു എന്ന് പഠിപ്പിക്കേണ്ടതുണ്ട്, ആരാണ് പ്രവാചകൻ എന്ന് പഠിപ്പിക്കേണ്ടതുണ്ട്, എന്താണ് ഇസ്ലാം എന്ന് പഠിപ്പിക്കേണ്ടതുണ്ട്. ഇസ്ലാം തീവ്രവാദത്തിന്റെ മതമല്ല, ഭീകരവാദത്തിന്റെ മതമല്ല. ഇസ്ലാം സഹിഷ്ണുതയുടെ മതമാണ്, ഇസ്ലാം സ്നേഹത്തിന്റെ മതമാണ്, ഇസ്ലാം സഹവർത്തിത്വത്തിന്റെ മതമാണ്, ഇസ്ലാം നിർഭയത്വത്തിന്റെ മതമാണ്, സുരക്ഷയുടെ മതമാണ് എന്ന് ലോകത്തെ പഠിപ്പിക്കേണ്ടതുണ്ട്. ഈ മക്കളെ പഠിപ്പിക്കേണ്ടതുണ്ട്. നിങ്ങൾ നോക്ക്, ഒരു പ്രോഫ്കോൺ നടത്തുമ്പോൾ ഭാരിച്ച സാമ്പത്തികമായ ബാധ്യതയുണ്ട്. പ്രിയപ്പെട്ടവരെ, വിനയത്തിന്റെ ഭാഷയിൽ, ഹൃദയത്തിന്റെ ഭാഷയിൽ